Hi guys, welcome to Motherhood Family. എന്നാണ് എല്ലാവർക്കും വിശേഷം? സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. പിന്നെ അപ്പോൾ നമുക്ക് ആദ്യമായി ഞാൻ എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലായി നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിലൂടെ എടുക്കാം. ഇന്നത്തെ ഒരു ചെറിയ ടോപ്പിക്കാണ്. അതായത് ഗർഭാവസ്ഥയിൽ ഗർഭിണിയായിരിക്കുമ്പോൾ നമ്മൾ എങ്ങനത്തെ വേഷമാണ്, എങ്ങനത്തെ ഡ്രസ്സാണ് നമ്മൾ ധരിക്കേണ്ടത്. അതിൽ ഞാൻ 2 സബ് പോയിൻ്റേ പറയുന്നുള്ളൂ. എങ്ങനത്തെ ധരിക്കണം, എങ്ങനത്തെ ധരിക്കരുത്, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എങ്ങനത്തെ വേഷം നമ്മൾ ധരിക്കണം, അത് ഒന്നാമത്തെ കാര്യം ഞാൻ പറയുന്നു. എങ്ങനത്തെ ധരിക്കണം വെച്ചാൽ നമ്മൾ നല്ല ലൂസായിട്ടുള്ള ഡ്രസ്സുകൾ നമ്മൾ മാക്സിമം ധരിക്കുക. ഇപ്പോൾ നമ്മൾ ടൈറ്റായിട്ടുള്ള ചുരിദാർ, നമ്മളിപ്പോൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ നമ്മൾ എന്താണെങ്കിൽ നമ്മുടെ ഓൾറെഡി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സൽവാറൊക്കെ നമ്മൾ കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് അതിട്ടുകൊണ്ട് അപ്പോൾ വയറൊക്കെ ഇങ്ങനെ ടൈറ്റായിട്ടാണ് നിൽക്കുക. അങ്ങനത്തെ ധരിക്കരുത്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒഴിവാക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലൂസായിട്ടുള്ള ഫുൾ ഗൗണായിട്ടുള്ള ഉപയോഗിക്കാമെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ ലൂസായിട്ടുള്ള ഫുൾ ഗൗൺ, അങ്ങനത്തെ ഗൗണൊക്കെ കിട്ടുമല്ലോ, അങ്ങനത്തെ നിങ്ങൾ ഉപയോഗിക്കുക. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ് കോട്ടൺ ആയിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. കോട്ടൺ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നല്ല എന്താ പറയുക, പുറത്തുനിന്നുള്ള സൺലൈറ്റിൻ്റെ ഒരു അട്രാക്ഷൻ കോട്ടൺ ഡ്രസ്സുകൾ പെട്ടെന്ന് അത് അബ്സോർബ് ചെയ്തെടുക്കും, ആ സൺലൈറ്റ്. അതുകൊണ്ടാണ് കോട്ടൺ, വീട്ടിൽ കൂടെ ആണെങ്കിൽ കോട്ടൺ ഡ്രസ്സ് ഇടുക. ഇനി പുറത്തുകൂടെ പോവുകയാണെങ്കിൽ നിങ്ങൾ കോട്ടണിന് കുറച്ച് പ്രയോറിറ്റി കൊടുക്കുക. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനത്തെ ധരിക്കണം എന്നുള്ളതിൽ നിങ്ങൾ വീട്ടിൽ കൂടെ നടക്കുകയാണെങ്കിൽ നിങ്ങളൊരു ടു പീസ് മീൻസ് ഒന്ന് പാൻറ്റും ഒന്ന് ഷർട്ടോ അല്ലെങ്കിൽ കുറച്ച് ഇറക്കം കുറഞ്ഞ അതില്ലേ ടോപ്പ് കുറച്ച് ഇറക്കം കുറഞ്ഞ കൂട്ട് ഇടുകയാണെങ്കിൽ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വെയിലൊക്കെ കൊള്ളാൻ നേരത്തും ഫ്രഷ് എയർ ഒക്കെ നമ്മുടെ വയറിലോട്ട് ഡയറക്റ്റായിട്ട് കിട്ടും. നമുക്കിങ്ങനെ ചില സമയത്ത് ഇങ്ങനെ വയറ് വേണമെങ്കിൽ ഇങ്ങനെ കുറച്ച് പൊക്കി വെച്ച് ഡയറക്റ്റ് സൺലൈറ്റും അല്ലെങ്കിൽ ആ ഒരു ഫ്രഷ് എയർ ഒക്കെ നമ്മുടെ വയറിലോട്ടൊക്കെ കൊള്ളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ കൂടെ ഇടുമ്പോൾ മാക്സിമം നമ്മൾ അതും ലൂസായിട്ടുള്ള ഇടാൻ ശ്രമിക്കുക. ഇങ്ങനെ ബോട്ടവും ടോപ്പും ആയിട്ടുള്ളത് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് കോട്ടൺ ആയിരിക്കാനും ശ്രദ്ധിക്കുക. പിന്നെ അല്ലെങ്കിൽ ലൂസായിരിക്കുക, ടൈറ്റ് ആയതുള്ളതല്ല, നല്ല ലൂസായിട്ടുള്ള ഡ്രസ്സുകൾ. അത് കോട്ടൺ, ഞാൻ ഒന്നുകൂടെ പറയുന്നു, കോട്ടൺ ഇടുക. നല്ല ലൂസായിട്ടുള്ള ഡ്രസ്സുകളും ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി എങ്ങനത്തെ ഇടരുത് എന്നുള്ളത്, എങ്ങനത്തെ ഇടരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഇറുകിയ ഐറ്റംസ്, ടൈറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സും നിങ്ങൾ ഇടരുത്. അത് നിങ്ങളുടെ വയറിന് ഒരു ഗുണവും കിട്ടില്ല, വയറിന് ഭയങ്കര ദോഷമായിരിക്കും. അപ്പം പ്രത്യേകിച്ച് നിങ്ങൾ ജീൻസ്, ലെഗിൻസ്, ഈ പറയുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ ഈ പ്രഗ്നൻസിയിൽ പിന്നെ ഒഴിവാക്കുക. പ്രഗ്നൻസി മാക്സിമം ഞാൻ പറഞ്ഞ ലൂസായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇടാവുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ ഇപ്പോൾ അണ്ടർ ഗാർമെൻറ്റ്സ് ആണെങ്കിൽ തന്നെയും അത് ടൈറ്റ് ആയിട്ടുള്ള ഇടരുത്. പ്രഗ്നൻസിയിൽ ടൈറ്റ് ആയിട്ടുള്ള ഇടരുത്. അതും ബനിയൻ ക്ലോത്തിൻ്റെയോ ഇപ്പം പോളിസ്റ്ററോ ഒക്കെ ആണെങ്കിൽ തന്നെ നിങ്ങൾ അതിൻ്റെ ഇടരുത്. കോട്ടൻ്റെ തന്നെ വാങ്ങി ഉപയോഗിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ എങ്ങനത്തെ ഇടണം, എങ്ങനത്തെ ഇടരുത്, ലൂസായിട്ടുള്ളത് ഇടുക. വീട്ടിൽ കൂടെ ആണെങ്കിൽ ഇങ്ങനെ പാൻറ്റും ടോപ്പുമായിട്ടുള്ളത് ഇടുക. ഇനിയിപ്പം എങ്ങനത്തെ ഇടരുത് എന്നുള്ളതിന് ടൈറ്റ് ആയിട്ടുള്ളത് ജീനിനെ ഒഴിവാക്കുക. അത് കുഞ്ഞിൻ്റെ വയറിന്, നമ്മുടെ ജീനിനൊക്കെ ആ ഒരു ടൈറ്റ്നെസ് നമ്മുടെ ആ ലോവർ അബ്ഡോമിനിൽ വന്നു കഴിയുമ്പം നമ്മുടെ യൂട്രസിൻ്റെ അവിടെയൊക്കെ നമുക്ക് പ്രോബ്ലംസ് വരും. അപ്പോൾ അങ്ങനത്തെ ഇടാതിരിക്കുക. അണ്ടർ ഗാർമെൻറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ അത് എല്ലാം കോട്ടൺ ആവാൻ, ഇടുന്നതെല്ലാം കോട്ടൺ ആവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. ഓക്കെ, ടാറ്റാ.